അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ 2 പടവലങ്ങ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെറും ചെറുതായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ എടുത്ത് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ട് തന്നെ 2 സവാളയും കൂടെ എടുത്തു, ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മെഴുക്ക് പുരട്ടാനായതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് അരിഞ്ഞിടുവാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുക്കത്തുള്ളായിരുന്നു. ഇതിപ്പോൾ വെറും ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തു. അങ്ങനെ അതൊക്കെ അരിഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇന്നലെ വാങ്ങിച്ച ചാളയുടെ ബാലൻസ് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് കുരുമുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് മാത്രം ഇട്ട് വറുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഇളക്കി വന്നപ്പോഴത്തേക്ക് അധികം കളറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ചാളയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ടിട്ട് ആദ്യമേ മെഴുക്ക് പുരട്ടാനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ മീൻ വറുക്കാനും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനെല്ലാം വറുത്ത് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോരിനുള്ളത് അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ച് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മോരിൻ്റെ അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് മോര് കറിയും കൂടെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് ചാള ഫ്രൈ ചെയ്തതും മോര് കറിയും പിന്നെ പടവലങ്ങ മെഴുക്ക് പുരട്ടിയതും ഒക്കെ ആയിരുന്നു. പിന്നെ ഇലുമ്പിക്ക അച്ചാറും പിന്നെ വേറെ 1-2 കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയ കറികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം.